നമസ്കാരം. എൻ്റെ പേര് ഫാറൂഖ്. വെൽക്യൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപഞ്ചർ ആൻഡ് ഹോളിസ്റ്റിക് ഹീലിംഗിന്റെ ഓണറാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അക്യുപഞ്ചറിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സുജോക്ക് എന്ന് പറയുന്ന ഒരു അക്യുപഞ്ചറിന്റെ ഏറ്റവും ബേസിക് ആയ സിസ്റ്റം. സുജോക്ക് അക്യുപഞ്ചർ എന്ന് പറയുന്ന സിസ്റ്റമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിലൊരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സുജോക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഒരു കൊറിയൻ തെറാപ്പിയാണ്. പ്രൊഫസർ പാക് ജെ വ്യൂ എന്ന് പറഞ്ഞ ആളാണ്, ഒരു പ്രൊഫസറാണ് ഈ ഒരു സിസ്റ്റത്തെ ബിൽഡ് ചെയ്തതും അതിനെ പ്രൊമോട്ട് ചെയ്തതും എല്ലാം ഈ പ്രൊഫസർ പാക് ജെ വ്യൂ ആണ്. സുജോക്ക് അക്യുപഞ്ചർ എന്ന് പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മൾ രണ്ട് കാൽപ്പത്തിയിലും അതുപോലെ തന്നെ കൈപ്പത്തിയിലുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സെഷൻസ് ആയിട്ടാണ് സുജോക്ക് അക്യുപഞ്ചറിനെ കാണുന്നത്. ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗവും, ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഓരോ കൈപ്പത്തിയിലും ഓരോ കാൽപ്പത്തിയിലുമായിട്ട് ഉള്ളടങ്ങിയിരിക്കുന്നതായിട്ടാണ് സുജോക്ക് അക്യുപഞ്ചർ പ്രസ്താവിക്കുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡാണ് സുജോക്ക്. ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡുമാണ്. വളരെ ബേസിക് മുതൽ വളരെ അഡ്വാൻസ് ആയ ലെവലിലേക്ക് വരെ നമുക്ക് സുജോക്ക് അക്യുപഞ്ചർ കൊണ്ട് ഒരുപാട് ലെവലിലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളോട് പഠിക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും പെട്ടെന്ന് അത്യാവശ്യങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ പിക്ചറിൽ കാണുന്ന ഇദ്ദേഹമാണ് പ്രൊഫസർ പാക് ജെ വ്യൂ. 1942 ജനിക്കുകയും 2010 മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു സൗത്ത് കൊറിയൻ ഫിലോസഫറും സയന്റിസ്റ്റുമായിരുന്നു. ഇദ്ദേഹമാണ് സുജോക്കിന്റെ എല്ലാവിധ കാര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ലോകത്തെ അറിയിച്ചതും അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചതും. ഫൈൻഡിങ്സ് എല്ലാം വന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇദ്ദേഹത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അധികം സമയം കളയാണ്ട് നേരിട്ട് സുജോക്ക് അക്യുപഞ്ചറിന്റെ സിസ്റ്റത്തിലേക്ക് പോവാം. സുജോക്ക് അക്യുപഞ്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു പിക്ചർ കാണുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൈപ്പത്തിയുടെ പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ കൈപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇടത്തെ കൈപ്പത്തിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാം ഇടത്തെ കൈപ്പത്തിയെ വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വലത്തെ കൈപ്പത്തിയിലേക്ക് വരുമ്പോൾ കുറച്ച് സിസ്റ്റംസ് ചേഞ്ച് ആവുന്നുണ്ട്. അതേപോലെ കാൽപ്പത്തിയിലേക്ക് വരുമ്പോൾ സിസ്റ്റംസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇടത്തെ കൈപ്പത്തിയിലുള്ള റിഫ്ലക്സ് സിസ്റ്റം വെച്ച് അല്ലെങ്കിൽ സുജോക്ക് അക്യുപഞ്ചർ സിസ്റ്റം വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കിവിടെ 5 വിരലുകൾ കാണാം. ഓക്കെ, 5 വിരലുകൾ നമുക്ക് കാണാൻ പറ്റും. ഫിംഗർ നമ്പർ 1, 2, 3, 4, 5. നമുക്ക് ഇടത്തെ കയ്യിലുള്ള 5 വിരലുകൾ. ഓക്കെ, നിങ്ങൾക്ക് പരിചിതമായ രീതിയിലുള്ള 5 വിരലുകളാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ തള്ളവിരലുണ്ട്. തള്ളവിരൽ സുജോക്ക് അക്യുപഞ്ചർ സിസ്റ്റം പ്രകാരം തലയും കഴുത്തുമായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ തള്ളവിരലിലാണ് തലഭാഗമായിട്ടും അതുപോലെ കഴുത്തിന്റെ ഭാഗമായിട്ടും സുജോക്ക് അക്യുപഞ്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തള്ളവിരൽ എപ്പോഴും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ജോയിന്റാണ് തള്ളവിരലിൽ വരുന്നത്. അതിന്റെ പൊക്കത്തേക്കുള്ള ഇത്രയും പോർഷൻ ആണ് നമ്മൾ താടിയലിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ വായായിട്ടും മൂക്കുമായിട്ടും ചെവിയായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും ഒരു ഏരിയ ആണ്. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് ഇത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ശരിക്കും പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ അടിയിലേക്കുള്ള ഏരിയ, ഇവിടെ നീ കാണുന്ന ഇത്ര ഏരിയയിലാണ് നമുക്ക് ലാരിങ്സ്, ഫാരിങ്സ്, അതുപോലെ തന്നെ ടോൺസിൽസ്, പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്, ഇത്രയെല്ലാം വരുന്നത് ആ ഒരു ഏരിയയിലാണ്. അവിടെ നിന്ന് നമ്മൾ അടിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ലൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡയഫ്രം ആയിട്ട് വരുന്നത്. ഈ ഒരു ലൈനാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി. അടുത്ത പിക്ചറിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഹാർട്ട് അതുപോലെ തന്നെ ലങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഈ ഒരു പോർഷനിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റൊമക്ക് വരുന്നത് ഏകദേശം ഈ ഒരു പോർഷനിലായിരിക്കും. ഈ ഒരു പോർഷനിലായിരിക്കും സ്റ്റൊമക്ക് വരുന്നത്. ഇവിടെ ലിവർ വരും. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ ഈ ഒരു ഏരിയയിലും. ഇത് നിങ്ങൾ കാണുന്നത് ലാർജ് ഇൻഡസ്ട്രിയും അതിന് ഉള്ളിലായിട്ട് സ്മോൾ ഇൻഡസ്ട്രിയും ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ റഫ് സൈഡ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ശരിക്കും ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ തള്ളവിരൽ എന്ന് പറയുന്നത് നമ്മളെ തലഭാഗമായിട്ടും തള്ളവിരൽ നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആദ്യം കൈപ്പത്തിയുടെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ അതിന്റെ തള്ളവിരലിന്റെ ഉൾഭാഗം അത് മുഖമായിട്ടും അതിനുശേഷമുള്ള ഭാഗം നമ്മളെ കഴുത്തിന്റെ ഭാഗമായിട്ടും ഈ ഒരു ഏരിയ ലങ്സ് അതുപോലെ തന്നെ ഹാർട്ട്
ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ലിവർ, ഇത് ഇടത്തെ കൈനെയാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ, ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഇടത്തെ കൈയായിട്ടും ഇടത്തെ കൈയിന്റെ ചെറുവിരൽ വലത്തെ കൈയായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടത്തെ കൈയിന്റെ നടുവിരൽ ഇടത്തെ കാലായിട്ടും ഇടത്തെ കൈയിന്റെ മോതിരവിരൽ വലത്തെ കാലായിട്ടുമാണ് നമ്മൾ സുജോക് അക്യുപഞ്ചറിൽ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും ഈ ഒരു ഏരിയ ഇടത്തെ കൈയില് ചൂണ്ടുവിരലിന്റെ ഫസ്റ്റ് ജോയിന്റ് നക്കിൾസ് വരുന്ന ഭാഗം, അത് ഇടത്തെ ഷോൾഡർ ആയിട്ടും അതുപോലെ തന്നെ ഈ ഭാഗത്ത് സെൻട്രലിൽ വരുന്ന ജോയിന്റ് ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിന്റെ സെൻട്രലിൽ വരുന്ന ജോയിന്റ് ഇടത്തെ കൈമുട്ടായിട്ടും ലാസ്റ്റ് വരുന്ന ജോയിന്റ് ഈ ഒരു ഏരിയയിൽ വരുന്ന ജോയിന്റ് അത് റിസ്റ്റ് ആയിട്ടുമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇടത്തെ വിരലിന്റെ ലാസ്റ്റ് വരുന്ന ജോയിന്റ് ഉണ്ട്, പക്ഷെ ഇടത്തെ കൈയില് ചൂണ്ടുവിരലിന്റെ ലാസ്റ്റ് വരുന്ന ജോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ റിസ്റ്റ് ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇടത്തെ കൈയിലത്തെ ചെറുവിരലിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ നെക്കിൾസ് വരുന്ന ഏരിയ അത് വലത്തെ കൈയിന്റെ ഷോൾഡർ ആയിട്ടും സെൻട്രൽ വരുന്ന ജോയിന്റ് വലത്തെ കൈമുട്ടായിട്ടും ഇവിടെ വരുന്ന ജോയിന്റ് വലത്തെ കൈയിന്റെ റിസ്റ്റ് ആയിട്ടുമാണ് സുജോക് അക്യുപഞ്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നടുക്കത്തെ രണ്ട് വിരലിലേക്ക് വരുമ്പോൾ നടുവിരലിന്റെ ഈ ഒരു ഏരിയ, അതേപോലെ തന്നെ മോതിരവിരലിന്റെ ഈ ഒരു ഏരിയ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹിപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവിടുന്ന് സെന്ററിലത്തെ ജോയിന്റിലേക്ക് വരുമ്പോൾ അത് കാൽമുട്ടുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. നടുവിരലിന്റെ ഇടത്തെ കൈയും നടുവിരലിന്റെ സെന്ററിലത്തെ ജോയിന്റ് വരുമ്പോൾ അത് ഇടത്തെ കാൽമുട്ടായിട്ടും ഇടത്തെ കൈയിന്റെ മോതിരവിരലിന്റെ നടുവിലത്തെ ജോയിന്റ് അത് വലത്തെ കാൽമുട്ടായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അത് ഹീൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കൈയിന്റെ ഉൾഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കൈയുടെ ഉൾഭാഗത്തെ പറ്റി പറയുമ്പോൾ അത് ഹീൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന്റെ പൊക്കത്തേക്കുള്ള ഭാഗങ്ങൾ കാണുന്ന പോലെ തന്നെ കാൽവിരലുകളായിട്ടും ഇത്ര ഒരു ഏരിയ കാൽവിരലായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കൈപ്പത്തിയായിട്ടും കൈവിരലുകളായിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സുജോക് അക്യുപഞ്ചറിസ്റ്റ് പ്രകാരം. ഓക്കെ, റിഫ്ലക്സോളജിയിലും ഏകദേശം ഈ ഒരു രീതി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കിലത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പത്തിയുടെ ഫ്രണ്ടിലത്തെ ഭാഗം കൈയുടെ ഉള്ളൻ ഭാഗത്തെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നമുക്ക് എന്താ പറയാ, അതിനകത്ത് വരുന്നത് ലങ്സ് വരുന്നുണ്ട്, ലിവർ വരുന്നുണ്ട്. ഉള്ളൻ ഭാഗത്തെ പറ്റി പറയുമ്പോൾ ലങ്സ് വരുന്നുണ്ട്, ഹാർട്ട് വരുന്നുണ്ട്, ലിവർ, ഗോൾ ബ്ലാഡർ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഹിപ്പ് എല്ലാം വരുന്നത് ഇതിന്റെ അകത്തുള്ള ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി പുറത്തത്തെ ഏരിയയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയിന്റെ പുറം ഭാഗം, കൈപ്പത്തിയുടെ പുറം ഭാഗത്തെ പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കൈയിന്റെ പുറം ഭാഗത്ത് നമുക്ക് തള്ളവിരലിലേക്ക് തന്നെ ആദ്യം നോക്കാം. തള്ളവിരലിന്റെ ആദ്യത്തെ ജോയിന്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ പകുതിയിലേക്ക് നോക്കുമ്പോൾ അത് തള്ളവിരലിന്റെ തലയുടെ ബാക്ക് സൈഡ് ആയിട്ടും അവിടെ അടിയിലേക്കുള്ള പോർഷൻ ഇത്രയും ഒരു ഏരിയ, ഇവിടെ നമ്മുടെ തള്ളവിരലിന്റെ ജോയിന്റ് വരുന്ന ഈ ഒരു ഏരിയ വരെ അത് സെർവിക്സിന്റെ റീജിയൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ അടിയിലേക്ക് വരുമ്പോൾ തള്ളവിരലിന്റെ ജോയിന്റിൽ നിന്ന് അടിയിലത്തെ റിസ്റ്റ് ജോയിന്റ് വരെ വരുന്ന ഒരു ഏരിയ, അത് മിഡ് തൊറാസിക് വരെ, തൊറാസിക് 1 തൊട്ട് തൊറാസിക് മിഡ് തൊറാസിക് വരെയുള്ള റീജിയൻ ആയിട്ടും അത് റിബ്സിന്റെ റീജിയൻ ആയിട്ടുമാണ് നമ്മൾ സുജോക് അക്യുപഞ്ചറിൽ കൺസിഡർ ചെയ്ത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു പോർഷൻ ആണ്, നമുക്ക് 4 വിരലുകളുണ്ട് അല്ലെ. തള്ളവിരൽ കഴിഞ്ഞാൽ ബാക്കി 4 വിരലുകളുണ്ട്. ഇടത്തെ കൈയിലെ ചെറുവിരൽ, ഇടത്തെ കൈയിലെ ചൂണ്ടുവിരൽ, ഇടത്തെ കൈയിലെ മോതിരവിരൽ, ഇടത്തെ കൈയിലെ നടുവിരൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇടത്തെ കൈയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഇടത്തെ കൈയിന്റെ മുട്ടിന്റെ ബാക്ക് സൈഡ് ആയിട്ടും ഈ പോർഷൻ ഇടത്തെ കൈ റിസ്റ്റിന്റെ ബാക്ക് സൈഡുമായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇടത്തെ കൈയിന്റെ നടുവിരലിൽ ഫസ്റ്റ് ജോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ജോയിന്റ് നമ്മൾ നോക്കുമ്പോൾ അത് വലത്തെ കാൽമുട്ടിന്റെ പുറം സൈഡ്, വലത്തെ കാൽമുട്ടിന്റെ പാറ്റേണിലേക്ക് വരുന്ന സൈഡാണ്. നമ്മൾ ഇവിടെ ബാക്കിൽ പറഞ്ഞ സമയത്ത് ഈ ഒരു ഭാഗം കാൽമുട്ടിന്റെ ബാക്ക് സൈഡും ഫ്രണ്ടിൽ വരുമ്പോൾ ഈ ഭാഗം കാൽമുട്ടിന്റെ ഫ്രണ്ട് സൈഡുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം
ആംഗിൾ ജോയിന്റ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മോതിരവിരലിലേക്ക് വരുമ്പോൾ ഇത് വലത്തെ കാലിന്റെ കാൽമുട്ടിന്റെ പുറം സൈഡ് ബാക്കിൽ വരുന്ന റീജിയൻ ആയിട്ടും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത് വലത്തെ കാലിന്റെ തന്നെ ആംഗിൾ റീജിയണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ചെറുവിരലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ വലത്തെ കൈയുടെ ഇടത്തെ കൈയിലാണ് ഞാൻ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ചെറുവിരൽ നോക്കുമ്പോൾ വലത്തെ കൈയിന്റെ കൈമുട്ടായിട്ടും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് വലത്തെ കൈയിന്റെ റിസ്റ്റ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ നെക്കിൾസ് വരുന്ന റീജിയൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലത്തെ കൈയിന്റെയും ഇടത്തെ കൈയിന്റെയും ഷോൾഡേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള വേറൊരു പോർഷനാണ് മെറ്റാകാർപ്പൽ ബോൺസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സെക്കൻഡ് മെറ്റാകാർപ്പൽ ബോൺ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തേർഡ് മെറ്റാകാർപ്പൽ, ഇവിടെ നിന്ന് ഫോർത്ത് മെറ്റാകാർപ്പൽ, ഇവിടെ നിന്ന് ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ ബോൺ. ഇങ്ങനെ 5 മെറ്റാകാർപ്പൽ ബോൺസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതില് നമ്മൾ തേർഡ് മെറ്റാകാർപ്പൽ ബോണിന്റെയും ഫോർത്ത് മെറ്റാകാർപ്പൽ ബോണിന്റെയും ഇടയിലുള്ള ഈ ഒരു പോർഷൻ, ഇടയിലുള്ള ഈ ഒരു ഡിപ്രഷൻ ആണ് നമ്മൾ മിഡ് തൊറാസിക് ടു ലോവർ തൊറാസിക്കും അതേപോലെ തന്നെ ലുംബാർ റീജിയൻ ആയിട്ടും സാക്രൽ റീജിയൻ ആയിട്ടും ഹിപ്പിന്റെ ബാക്ക് പോർഷൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയിരുന്ന പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ്. ഇത്രയും ഒരു റീജിയൻ ആണ് ഹിപ്പും സാക്രം വരുന്ന റീജിയൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലുംബാർ റീജിയനും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തൊറാസിക്കിന്റെ മിഡ് തൊറാസിക് ടു ലോവർ തൊറാസിക് റീജിയൻ ആണ് അവിടെ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്ത പിക്ചറിൽ വരുമ്പോൾ ഞാൻ അതൊന്നും കൂടി ഇലബറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ കിഡ്നിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് മെറ്റാകാർപ്പൽ ബോണിന്റെയും തേർഡ് മെറ്റാകാർപ്പൽ ബോണിന്റെയും ഇടയിലുള്ള പോർഷൻ, നമ്മൾ ഈ പോർഷനിലൂടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എൻഡിൽ ഡിപ്രഷൻ, ഇവിടെ ഒരു ലാസ്റ്റ് ഡിപ്രഷൻ കിട്ടും. ആ ഡിപ്രഷൻ ആയിരിക്കും നമ്മൾ വൺ സൈഡ് കിഡ്നിയായിട്ട് കൺസിഡർ ചെയ്യുന്നതും. എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യാതെ ഇടത്തെ ഭാഗത്ത് കിഡ്നി ആയിട്ടും അതുപോലെ തന്നെ ഫോർത്ത് മെറ്റാകാർപ്പൽ ബോണിന്റെയും ഫിഫ്ത്ത് മെറ്റാകാർപ്പൽ ബോണിന്റെ ഇടയിലൂടെ നമ്മൾ കൈയിനെ ഓടിച്ചോടിച്ച് വരുമ്പോൾ, ലൈക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓടിച്ചോടിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഡിപ്രഷൻ ഉണ്ട്. ഇവിടുത്തെ ഡിപ്രഷനിൽ ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മളത് വലത്തെ ഭാഗത്തെ കിഡ്നി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെല്ലാം ആ ഒരു ഏരിയയിലായിരിക്കും. ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് യഥാർത്ഥ കൈയിലേക്ക് ആക്ച്വൽ ആയിട്ടുള്ള കൈകളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇതൊക്കെ ഒന്ന് റെപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുന്ന ഈ ഒരു പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. തള്ളവിരലിന്റെ പകുതി സൈഡിൽ നിങ്ങൾ ഇത്രയും ഭാഗം കാണുന്നതായിരിക്കും നമുക്ക് കണ്ണായിട്ടും മൂക്കായിട്ടും അതേപോലെ തന്നെ വായായിട്ടും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ. ഇപ്പുറത്തെ തള്ളവിരലിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം ഇത്രയും ഭാഗം, ഈ ഒരു ഏരിയ ആണ് നമ്മൾ മുഖമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ശരിക്കും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഇവിടെ തള്ളി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് നമ്മുടെ തള്ളവിരൽ. എല്ലാവരും തള്ളവിരലും നിങ്ങൾക്ക് ആ ഒരു ഏരിയ കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ ഇത്രയും പോർഷൻ ആയിരിക്കും നമുക്ക് നോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു റീജിയൻ ആയിരിക്കും നമുക്ക് ഐസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും ഒരു ഭാഗമായിരിക്കും ഫോർഹെഡ് റീജിയൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റീജിയൻ ഇത്രയും ഭാഗമായിരിക്കും നമ്മൾ വായായിട്ടും പല്ലായിട്ടും അതുപോലെ തന്നെ നാക്കായിട്ടും ചുണ്ടായിട്ടും എല്ലാം കൺസിഡർ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് സെഷനിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം, നമുക്ക് ചിലർക്ക് കണ്ണുവേദന വരാറുണ്ട്, അല്ലെങ്കിൽ കണ്ണ് ഇറിറ്റേഷൻ, കണ്ണിന് ഡ്രൈനെസ് വരാറുണ്ട്. അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ കണ്ണ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഐന്റെ റീജിയൻ, ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും പേനയുടെ ബാക്ക് സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ലൂക്കക്യുപഞ്ചറിൽ യൂസ് ചെയ്യുന്ന പ്രോബ് ഉണ്ട്, പ്രോബ് കൊണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ടോ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും ഓരോ കാരണങ്ങളുണ്ടാവും. ഒരു കണ്ണ് ഡ്രൈനെസ് വന്നിട്ട് ചിലപ്പോൾ കണ്ണിന് മാത്രം പ്രശ്നമാവണമെന്നില്ല, അത് ചിലപ്പോൾ ലിവറിന്റെയും കൂടി പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് റൂട്ട് കോഴ്സ് മനസ്സിലാക്കി നമ്മൾ ലിവറിലും കൂടി മസാജ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടുന്ന പല പല സമയമായിരിക്കും. ചിലർക്ക് 1 ദിവസം കൊണ്ട് കിട്ടും, ചിലർക്ക് 10 ദിവസം കൊണ്ട് കിട്ടും, ചിലർക്ക് 3 മാസം കൊണ്ട് കിട്ടും. അങ്ങനെ ടൈം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തർക്കും. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ബോഡി ഡിഫറെന്റ് ആണ്, അവർക്ക് വന്നേക്കുന്ന അസുഖങ്ങൾ ഡിഫറെന്റ് ആണ്.
അതിന്റെ എന്താ പറയാ റൂട്ട് കോസ് ഡിഫറെന്റ് ആയിരിക്കാം, വന്നേക്കുന്ന ഇന്റൻസിറ്റി അല്ലെങ്കിൽ ചില അക്യൂട്ട് ആയിരിക്കും, ചില ക്രോണിക് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നത്. മിനിമം നിങ്ങൾ 21 days എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട്സിലേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. റിസൾട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, കാണുന്ന കണ്ണിന്റെ ഒരു ഏരിയ, ഏത് ഏരിയ ആണോ അതിനെ മസാജ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾക്ക് കണ്ണിന്റെ ഏരിയയിലാണെങ്കിൽ ചെറുപയർ യൂസ് ചെയ്യാം. ചെറുപയർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. ചെറുപയർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപയർ എടുത്തിട്ട് ചുമ്മാ ഒട്ടിച്ചു വെക്കാം. ആ ഒട്ടിച്ചു വെക്കുന്നതിന്റെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപയർ എടുക്കാം, വെറുതെ അവിടെ ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ വെച്ച് ഒന്നില്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ടാപ്പ് കൊണ്ടോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്തിന്റെ ടാപ്പ് കൊണ്ടോ ഒട്ടിച്ചു വെക്കാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സെഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്ന് നോസിലേക്ക് വരുന്ന ഏരിയ, നിങ്ങൾ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. നോസ്, നിങ്ങൾക്ക് റണ്ണി നോസ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഫ് നോസ്, ഇച്ചി നോസ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതാണെങ്കിൽ നോസിന്റെ റീജിയകൾ നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് അവിടെ വേറെ കുറെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബേസിക്കലി ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഇത് നമ്മുടെ മൗത്തിന്റെ റീജിയൻ ആണ്. വായ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പൊ മൂക്ക് സംബന്ധമായ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നോർമലി റൂട്ട് കോസ് കിടക്കാറ് ലങ്സിലായിരിക്കാൻ ചാൻസ് ഉണ്ട്, അതിന് ലാർജ് ഇൻഡസ്ട്രിയിലാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മൂക്കുമായി സംബന്ധിച്ച പ്രശ്നം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ലങ്സും ലാർജ് ഇൻഡസ്ട്രിയിലും ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ചെയ്ത റിസൾട്ട് കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണാണെന്നുണ്ടെങ്കിൽ ലിവർ, ഗോൾ ബ്ലാഡർ, അതുപോലെ തന്നെ മൗത്ത് സംബന്ധമായതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗത്തിൽ തന്നെ നിങ്ങൾ ലിപ്സ് സംബന്ധമായതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലീൻ, അതുപോലെ തന്നെ സ്റ്റൊമക്ക് വരുന്ന റീജിയൻ മസാജ് ചെയ്യുക. ഇനി ടങ് റിലേറ്റഡ് ആണ് വരുന്നതെങ്കിൽ ഹാർട്ടിൽ മസാജ് കൊടുക്കാം. നിങ്ങൾക്ക് ടൂത്ത് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കിഡ്നി റീജിയനിലും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഫോർഹെഡ് റീജിയനിൽ വരുന്ന പെയിൻ. ഫോർഹെഡ് റീജിയനിൽ വരുന്ന പെയിൻ നിങ്ങൾ ഈ ഒരു സൈഡ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ കൈയിന്റെ അടിയിലേക്കുള്ള റീജിയൻ ശരിക്കും ഒന്ന് കാണാം. ഇത്രയും റീജിയൻ നമ്മൾ തലവരന്റെ അടിയിലേക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ തൊണ്ടയുടെ ഭാഗം വരുന്ന ഈ ഒരു റീജിയൻ ആണ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ടോൺസിലൈറ്റിസ് വരുന്നവർക്ക് ടോൺസിൽസ് കിടക്കുന്ന ഏകദേശം ഈ ഒരു റീജിയനാണ്. ടോൺസിലൈറ്റിസ് വരുന്നവർക്ക് ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ വെച്ച് ഒട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ടുകൾ കിട്ടും. പിന്നെ എല്ലാവർക്കും തൊണ്ടവേദന വരുമ്പോൾ നോർമലി ഈ ഒരു ഏരിയയിൽ മാത്രമല്ല, ടോൺസിലൈറ്റിസ് വരുമ്പോൾ ചിലവർക്ക് അപ്പർ റീജിയനും ചിലർക്ക് ഈ ലോവർ റീജിയൻ, ഈ ഒരു പോർഷനിൽ വിഷയം വരും. തൊണ്ട വേദന എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മി നിറക്കാൻ നേരത്ത് വേദന, ഇനി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റയർ റീജിയൻ മസാജ്, തൊണ്ടവേദന എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയനും എൻറ്റയർ റീജിയൻ, ഈ തൊണ്ടയുടെ എൻറ്റയർ റീജിയൻ മസാജ് ചെയ്യാം. ഓക്കെ, മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ അടിയിലേക്ക് ഡയറക്ഷനിലേക്കാണ് മസാജ് ചെയ്യേണ്ടത്. ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ മസാജ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മസാജ് ചെയ്യുന്നത് റിസൾട്ട് വളരെ കുറവായിരിക്കും കിട്ടുന്നത്. കിട്ടില്ല എന്നല്ല, വളരെ റിസൾട്ട് കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാൻ പറ്റുന്ന കൈന്റെ ബാക്ക് സൈഡ്, ഒരു സെക്കൻഡ്, കൈന്റെ തള്ളവിരലിന്റെ ബാക്ക് സൈഡ് ആണ് നമുക്ക് അടുത്ത് നോക്കാൻ നമ്മൾ പോകുന്നത്. തള്ളവിരലിന്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ പിക്ചറിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നെയിൽ റീജിയൻ ആണ്. ഇത്രയേ ഉള്ള ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ ആണ് നമുക്ക് തലയുടെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മസാജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രസ് ആൻഡ് റിലീസ്, അത് മാത്രം ചെയ്താൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് റിസൾട്ട്സ് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തലവേദന വരുമ്പോൾ ആ റീജിയൻ നല്ലോണം മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയും. ഇനി ഇതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് 2 പോയിന്റ്സ് അവിടെ കാണാം. നിങ്ങൾ ഈ തള്ളവിരലിൽ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ അടിയിലേക്ക് ചെറിയൊരു കറുത്ത റീജിയൻ ഉണ്ടാവും. നമ്മൾ സ്കിന്നിൽ ഇത്തിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു റീജിയനിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ, ആ റീജിയൻ എൻഡിന് സ്ട്രെയിറ്റ് ലൈനും ഈ ഒരു ബോർഡറിൽ സ്ട്രെയിറ്റ് ലൈനും വരച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന 2 ഏരിയ ഉണ്ട്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന 2 ഏരിയാസിൽ ഒന്ന് ഇവിടെ, 2 ഇവിടെ. ഈ 2 ഏരിയയിലും നിങ്ങൾ തലവേദന വരുന്ന സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ, കുറച്ച് ഹാർഡായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെയിൻ ഫാസ്റ്റ് ആയിട്ട് റിലീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, ലൈക്ക് തള്ളവരന്റെ അടിഭാഗം വരെ. ഓക്കെ,
ഇത്ര റീജിയൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ സെർവിക്കൽ റീജിയൻ വരുന്നത്. സെർവിക്കൽ റീജിയൻ ഫുൾ വരുന്നത് ഈ ഒരു എൻറ്റയർ ഏരിയയിലാണ്. അതുപോലെ തന്നെ കഴുത്തിന്റെ ബാക്കിലുള്ള മസിൽസ് എല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് അടിയിലേക്ക് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് വേന പോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴുത്ത് വേന വരുമ്പോൾ നിങ്ങൾ ലങ്സ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കിഡ്നിയും കൂടെ മസാജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ തള്ളവിരൽ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കൈയിന്റെ ഉൾഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ്. കൈയുടെ ഉൾഭാഗമാണ് നമ്മൾ നോക്കുന്നത്. കൈയുടെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തള്ളവിരൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് തലയാണ്, ഇത് ഇടത്തെ കൈയാണ് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ചൂണ്ടുവിരൽ അത് ഇടത്തെ കൈയായിട്ടും അതുപോലെ തന്നെ ചെറുവിരൽ വലത്തെ കൈയായിട്ടും നട്ടുവിരൽ നമുക്കത് ഇടത്തെ കാലായിട്ടും മോതിരവിരൽ വലത്തെ കാലുമായിട്ടാണ് സുജോക്ക് അക്യുപഞ്ചർ സിസ്റ്റം പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ചു. ഞാൻ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ്. ഓക്കെ, ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ഭാഗം. ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു റിസ്റ്റ് ആണ്. ഈ ഒരു ഏരിയ കൈമുട്ടിന്റെ ഉൾവശമാണ്. ഓക്കെ, നമ്മൾ മടങ്ങുന്ന ഉൾഭാഗമാണ് ഈ ഒരു ഏരിയ. ഇവിടെ നിന്ന് ഇത്രയും വരുന്ന ഏരിയ ഉണ്ടല്ലോ, അത് ബൈസെപ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഫോറാം ആയിട്ടും ഇടത്തെ കൈന്റെ ഫോറാം ആയിട്ടും ഈ ഒരു ഭാഗം ഉള്ളനടിയായിട്ടും കൈന്റെ ഉള്ളനടിയായിട്ടും ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് പെയിൻ റിലേറ്റഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഏത് ഡയറക്ഷനിൽ മസാജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് റിസ്റ്റ് പെയിൻ ഒക്കെയാണ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ജോയിന്റ്, ഈ ഒരു ജോയിന്റിൽ നിങ്ങൾക്ക് ഉലുവ വെച്ച് ഒട്ടിക്കാം. എന്ന് പറയുമ്പോൾ ഉലുവ നിങ്ങൾ ഒരു പേപ്പർ ടാപ്പിൽ കുറച്ച് എടുത്തിട്ട് ചുറ്റും ഈ ഒരു ജോയിന്റിന്റെ ചുറ്റുമായിട്ട് ഒട്ടിക്കാം. ഇനി കൈമുട്ട് വേദനയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോയിന്റിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യുന്നതിന് പകരം വേദനക്ക് നിങ്ങൾക്ക് ഈ മൈക്രോപോർ ടാപ്പ് അല്ലെങ്കിൽ പേപ്പർ ടാപ്പിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒട്ടിക്കാവുന്നതാണ്. അത്യാവശ്യം റിസൾട്ട് കിട്ടും. പിന്നെ സീഡ് ഒട്ടിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒട്ടിക്കേണ്ട 24 hours ആണ്. ഇനി അത് പറ്റാത്തവർക്ക് 12 hours ഒട്ടിക്കാം, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒട്ടിച്ചിട്ട് രാവിലെ എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് സെയിം തന്നെയാണ്. നിങ്ങൾ ചെറുവിരലിലേക്ക് വരുമ്പോഴും സെയിം സംഭവം തന്നെയാണ് വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് വലത്തെ കൈ നിങ്ങൾ ഫസ്റ്റ് ജോയിന്റ് ലാസ്റ്റ് ജോയിന്റ് പറയുമ്പോൾ അത് വലത്തെ കൈന്റെ റിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സെൻട്രൽ ജോയിന്റ് അത് വലത്തെ കൈന്റെ തന്നെ കൈമുട്ടിന്റെ ഉൾഭാഗമായിട്ടും കൺസിഡർ ചെയ്യും നമ്മൾ. ഓക്കെ, ഈ ഒരു ഭാഗം വലത്തെ കൈയുടെ ബൈസെപ്സ് ആയിട്ടും ഈ ഒരു ഭാഗം വലത്തെ കൈന്റെ ഫോറാം ആയിട്ടും ഈ ഒരു ഭാഗം വലത്തെ കൈന്റെ ഉള്ളരടിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ ഒരു എൻഡ് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കത് വിരലുകളാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടത് വിരലുകളായിട്ടാണ് നമ്മൾ എൻഡ് റീജിയൻ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നടുവിരലിലേക്ക് പോകുമ്പോൾ ഇടത്തെ കൈന്റെ നടുവിരൽ എന്ന് പറയുമ്പോൾ അത് ഇടത്തെ കാലാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു ജോയിന്റ് നമുക്കത് ഇടത്തെ കാലിന്റെ ബാക്ക് പോർഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഇടത്തെ കാലിന്റെ ഹീൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഇടത്തെ കാലിന്റെ തൊടയുടെ ബാക്ക് സൈഡ് ആയിട്ടും ഈ ഒരു ഭാഗം ഇടത്തെ കാലിന്റെ കാഫ് മസിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ ഒരു പോർഷൻ ഇടത്തെ കാൽപത്തിയുടെ അടിഭാഗം, നമ്മൾ കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പെയിൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. നീൽ ചെയ്ത റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നീൽ ചെയ്യാൻ ആയിട്ടില്ല, കാരണം നിങ്ങൾ ബേസിക് മാത്രം പഠിച്ചവരാണ്. ഇനി അതെല്ലാം അക്യുപഞ്ചറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്യുപഞ്ചറിസ്റ്റ് അറിയാം, നീൽ ചെയ്യുന്ന രീതി കാര്യങ്ങൾ അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നീൽ ചെയ്ത കുറച്ച് ഫാസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും. പക്ഷെ അത് എന്താ പറയുക, അത് നല്ല രീതിയിൽ പഠിച്ചു വരാണ് നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട്സിലേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം, എന്നാലും അതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഇടത്തെ കൈന്റെ മോതിരവിരൽ നോക്കുമ്പോൾ അത് വലത്തെ കാലിന്റെ കൺസിഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഈ ഒരു ജോയിന്റ് അത് വലത്തെ കാൽമുട്ടിന്റെ ബാക്ക് പോർഷൻ ആയിട്ടും ഈ ഒരു ഭാഗം വലത്തെ കാലിന്റെ ഹീലായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വലത്തെ കാലിന്റെ ഹാംസ്ട്രിങ് ആയിട്ടും ഈ ഒരു ഏരിയ വലത്തെ കാലിന്റെ കാഫ് മസിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വലത്തെ കാലിന്റെ തന്നെ കാലിന്റെ അടിഭാഗം, കാൽപത്തിയുടെ അടിഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് എന്താണ്, നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ റിസൾട്ട്സ് കിട്ടും. ഞാൻ പ്രത്യേകം പറയുന്നത് തന്നെ നിങ്ങൾ മസാജ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടോ അല്ല റിസൾട്ട്സ് കിട്ടുക.
മിനിറ്റുകളോട് റിസൾട്ട് കിട്ടുന്ന കേസുകളുണ്ട്. പക്ഷെ അത് എന്താ പറയാ, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ആയി വരുന്നതോറുമാണ് നിങ്ങൾ ആ ഒരു രീതിയിലേക്കുള്ള റിസൾട്ടുകളിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ റിസൾട്ടുകളിലേക്ക് എത്തണമെന്ന് വെച്ചാൽ നമുക്കത് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയാ, റിസൾട്ട് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പം നിങ്ങളെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്, അതിൽ മാത്രമായി റിസൾട്ട് കിട്ടാം. നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്, മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അതിൽ നിങ്ങൾ നല്ല കോൺഫിഡന്റ് കൊണ്ട് ഓക്കെ ഞാൻ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട്സ് കിട്ടാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഡയഫ്രം റീജിയനിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഡയഫ്രം റീജിയൻ ആയിട്ട് നമ്മൾ സ്ട്രോക്ക് അക്യുപഞ്ചർ പറയുന്നത്. ഇതിന്റെ പൊക്കത്തേക്കാണ് നമുക്ക് തൈമസ് ഗ്ലാൻഡും അതേപോലെ തന്നെ ഹാർട്ട്, ലങ്സ് പോലുള്ള റീജിയൻസ് വരുന്നത്. നമുക്ക് അതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ നിന്ന് പോവാം. നമ്മൾ ഇത് നെഞ്ചിന്റെ ഭാഗമാണ്, ഇത്രയും കാണുന്ന ഏരിയ ഒരു നെഞ്ചിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നെഞ്ചിന്റെ ഭാഗത്ത് നെഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു റീജിയണിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. അപ്പൊ ചെസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് വരുന്ന റീജിയൻ ഈ ഒരു റീജിയൻ ആണ്. ചെസ്റ്റ് പെയിൻ, ഗൈനക്കോമാസ്റ്റിയ പെയിൻ, അതുപോലെ തന്നെ ബ്രസ്റ്റിൽ വരുന്ന ലംസ്, അതേപോലെ തന്നെ പെയിനുകൾ, ലിംഫ് നോട്ട്സുകൾ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രസ്റ്റിൽ വരുന്ന നീരുകൾ, കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാം നൊഡ്യൂൾസ് എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ ഈ നീറ്റിൽ വെച്ചുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അതിനെ കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ തൊട്ടടിയിലേക്ക് പോകുമ്പോഴാണ് റിബ്സ് വരുന്നത് ഈ ഒരു റീജിയനിലാണ്. അപ്പൊ റിബ്സ് റിലേറ്റഡ് പെയിന് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന്റെ തൊട്ടടിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലങ്സ് ആൻഡ് ഹാർട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ലങ്സ് നോക്കാം. ലങ്സ് ഇരിക്കുന്ന റീജിയൻ ഇങ്ങനെയാണ് ലങ്സ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്തുകൊണ്ട് ലങ്സ് റിലേറ്റഡ് വരുന്ന ഇഷ്യൂസ്, ആസ്മ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ലങ്സ് റിലേറ്റഡ് ഇഷ്യൂസ് വന്നാലും, കഫത്തിന്റെ പ്രശ്നങ്ങള്, അങ്ങനെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ മസാജ് ചെയ്യാം. നിങ്ങൾ ചുമ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലങ്സിൽ മസാജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോ ലങ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് ഹാർട്ട് വരുന്നത്. നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ ഇഷ്യൂസ്, പാൽപിറ്റേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ കാർഡിയാക് പെയിൻ, ഇങ്ങനെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ മസാജ് ചെയ്യാം. അതുപോലെ പ്രത്യേകം നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന കാര്യമാണ് BP ഇഷ്യൂ. ഹൈ BP ആയിട്ട് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുകയും, ഇനി അതല്ല ലോ BP ആയിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ കുറച്ച് ഹാർഡായിട്ട് മസാജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പെയിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു BP ഇഷ്യൂസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അത് ഞാൻ പ്രത്യേകം പറയുന്നു, ആ ഒരു ഏരിയയിൽ കുറച്ച് ഹാർഡായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BP റിലേറ്റഡ് ഇഷ്യൂസ് ഹൈ BP ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് കുറച്ചധികം പാൽപിറ്റേഷൻ പോലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് മസാജ് ചെയ്യും. കുറച്ച് പെയിൻഫുൾ ആയിരിക്കും ആ റീജിയൻ. കുറച്ച് ഹാർഡായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് അതിന്റെ പെയിൻ കുറച്ചുകൊണ്ടാൻ സാധ്യത, പെയിൻ അല്ല BP കുറച്ചുകൊണ്ടാൻ സാധിക്കുന്നതാണ്. സോറി, ഞാൻ ഒരു പറഞ്ഞിട്ട് പോയി. ഹൈ BP ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടും, അതല്ല ലോ BP ആണെങ്കിൽ ഹാർഡായിട്ടും. ലോ BP ആണ് തളച്ചുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ BP നമുക്ക് റേസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതും, ഹൈ BP ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തുകൊണ്ട് BP കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. അത് കുറച്ചു നേരം ചെയ്യേണ്ടി വരും. ചിലപ്പോ ഒരു പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതിൽ കൂടുതൽ നേരം ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് എത്താൻ സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്ന ഒരു ഏരിയ. എന്റെ റീജിയൻ ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് പേര് ചെയ്തിരുന്ന എക്സ്പീരിയൻസ് ആണ്. കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ചിലവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറിയേക്കാം, ചിലവർക്ക് 21 ദിവസം എടുക്കാം, ചിലവർക്ക് 3 മാസം എടുക്കാം. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പോലുള്ള കാര്യങ്ങൾക്ക് ഇതിന് മാത്രം ചെയ്ത് റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാമോ സ്റ്റൊമക്ക് നമുക്ക് ഈ സെന്ററിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ. എന്റെ ഈ ഒരു റീജിയനിലാണ് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈജഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്, ഗ്യാസ് ട്രബിൾസ്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മസാജ് ചെയ്തുകൊണ്ട് അതിനെ കുറക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, റൂട്ട് കോഴ്സ് എപ്പോഴും മനസ്സിലാക്കി ചെയ്താൽ മാത്രമായിരിക്കും എക്സാക്ട് റിസൾട്ട് കിട്ടുക. ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് അതെല്ലാം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൊമക്കിൽ മാത്രം മസാജ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ലങ്സിലും സോറി ലിവറിലും ലാർജ് ഇൻഡസ്ട്രിയിലും ഗോൾ ബ്ലാഡറിലും സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെ മസാജ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിന്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റൊമക്കിൻ്റെത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പോർഷനിലേക്ക് വരുമ്പോഴാണ് ലിവർ. ലിവർ ഇത്രയും റീജിയനിലാണ് ലിവർ ഇരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലാണ് ഈ ഒരു ഏരിയയിലാണ് ഗോൾ ബ്ലാഡർ വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ലൈക്ക് ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ പുറമെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ലൈഫ് സ്റ്റൈൽ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് എപ്പോഴും കിട്ടുന്നത്. ചുമ്മാ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പക്ക റിസൾട്ടുകൾ പ്രതീക്ഷിക്കരുത് എപ്പോഴും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു നെഞ്ചരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിവർ, ഗോൾ ബ്ലാഡർ, സ്റ്റൊമക്ക് അത്രയും റീജിയൻ ഫുൾ ആയിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാറുണ്ട്. പിന്നീട് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന ലാർജ് ഇൻഡസ്ട്രി. നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ടായി ഇങ്ങനെ വന്ന് നേരെ വന്ന് ഇവിടെ എൻഡ് ആവുന്ന രീതിയിലാണ് ലാർജ് ഇൻഡസ്ട്രി ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ലാർജ് ഇൻഡസ്ട്രി ഇരിക്കുക. അപ്പൊ ലാർജ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിപ്പേഷനെ ബെറ്റർ ആക്കാൻ സാധിക്കും. കോൺസ്റ്റിപ്പേഷന് വേണ്ടിയാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ആണ് നിങ്ങൾ മസാജ് ചെയ്യേണ്ടത്. ഈ ഒരു ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ മസാജ് ചെയ്ത് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോൺസ്റ്റിപ്പേഷന് വേണ്ടി നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷൻ മസാജ് ചെയ്യുകയും അതേപോലെ തന്നെ ലങ്സിലും മസാജ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ടുകൾ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡയറിയൊക്കെയാണ് മസാജ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടേ നിൽക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങനെയാണ് മസാജ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഡയറി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് മസാജ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കണം. കോൺസ്റ്റിപ്പേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഡയറി പോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നമ്മൾ മസാജ് കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ടുകൾ കിട്ടും. ഇത് ലാർജ് സ്മോൾ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇതിന്റെ അകത്താണ്. സ്മോൾ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റീജിയണിൽ മസാജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് യൂട്രസ്, അതുപോലെ തന്നെ യൂട്രസും ഓവറീസും പിന്നെ ജനറ്റിക് ഓർഗൻ. ജനറ്റിക് ഓർഗൻസ് എല്ലാം വരുന്ന ഒരു ഏരിയ ആണ് നമ്മളെ മിഡിൽ ഫിംഗറിന്റെയും റിംഗ് ഫിംഗറിന്റെയും ഇടയിലുള്ള ഒരു ഏരിയ. ഈ ഒരു ഏരിയയിലാണ് ജനറ്റിക്കൽ ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേസ് ആണെന്നുണ്ടെങ്കിലും വെജീന ആണെന്നുണ്ടെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ, ആ ഒരു വെബ് മാർജിൻ ഉണ്ടല്ലോ, ആ ഒരു വെബ് മാർജിനിൽ നിങ്ങൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അങ്ങനെ വരുന്നത് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഓവറീസ് വരുന്നത്, ഇവിടെയായിട്ടായിരിക്കും നിങ്ങൾക്ക് യൂട്രസ് വരുന്നത്. യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യൂട്രസ് റിലേറ്റഡ് എന്തായാലും ഇപ്പൊ പീരീഡ് സമയത്ത് വരുന്ന പെയിൻ ആയിക്കോട്ടെ, ഇനി അതല്ല പീരീഡ്സ് റിലേറ്റഡ് പെയിൻ തന്നെ നിങ്ങൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെ മസാജ് ചെയ്യാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു തള്ളവിരലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നത്. ഈ ഒരു ഏരിയ അതിന്റെ സെൻട്രലായിരിക്കും നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നത്. അവിടെയാണ് മസാജ് ചെയ്യേണ്ടതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓവർ ബ്ലീഡിങ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഐസ് വെച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു 3 മിനിറ്റ്സ് ഐസ് വെക്കാം. 3 മിനിറ്റ്സ് വെച്ച് ദിവസത്തിൽ 4 നേരവും 5 നേരവും നിങ്ങൾ അടുപ്പിച്ച് മാറി മാറി അത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി അതെല്ലാം മസാജ് ചെയ്ത് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെയിൻ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൂടുതലായിട്ട് റെഡ്യൂസ് ആവാം. ഓവറായിട്ട് വരുന്ന ഫ്ലോ കാര്യങ്ങൾ നിങ്ങൾ ഐസ് വെച്ചിട്ടും കൺട്രോൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ആയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയും മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് കൈയിന്റെ പുറം സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. മൂവ് ചെയ്തേക്കട്ടെ. ഇനി നമ്മൾ കൈയിന്റെ പുറം ഭാഗത്തേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, കൈയുടെ പുറം ഭാഗം വന്നു ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി റഫായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. ഇത് തള്ളവിരൽ എന്ന് പറയുമ്പോൾ തലയുടെ ബാക്ക് പോർഷനും അതുപോലെ തന്നെ കഴുത്തിന്റെ ബാക്ക് പോർഷനും ആയിട്ടാണ് വരുന്നത്. ചൂണ്ടുവിരൽ അത് നമുക്ക് ഇടത്തെ കൈയായിട്ടും, നടുവിരൽ ഇടത്തെ കാലുമായിട്ടും, മോതിരവിരൽ വലത്തെ കാലായിട്ടും, ചെറുവിരൽ അത് വലത്തെ കൈയുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഈ ഒരു ജോയിന്റ് വരുന്നത്, ഇത് ഇടത്തെ കൈമുട്ടാണ്, ഇത് ഇടത്തെ കാൽമുട്ടാണ്, വലത്തെ കൈമുട്ട്, സോറി വലത്തെ കാൽമുട്ട്, വലത്തെ കൈമുട്ട്. ഇത് ഇടത്തെ റിസ്റ്റ് ആണ്, ഇത് ഇടത്തെ കാലത്തെ ആംഗിൾ ആണ്, ഇത് വലത്തെ കാലത്തെ ആംഗിൾ ആണ്, ഇത് വലത്തെ കാലിലത്തെ വലത്തെ കൈയിലത്തെ റിസ്റ്റ് ആണ്. ഇത്ര ഏരിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പോർഷൻ ആണ് നമുക്ക് ട്രൈസെപ്സിന്റെ റീജിയൻ വരുന്നത്. രണ്ട് ട്രൈസെപ്സ് വരുന്ന അവിടെയാണ്. ഈ പോർഷൻ നമുക്ക് ഫോറാമിന്റെ പോസ്റ്റീരിയർ സൈഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് കൈപ്പത്തിയുടെ ബാക്ക് സൈഡ്, നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ വരുന്നത് അവിടെയാണ്. അതുപോലെ നമ്മൾ നടുവിരലിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ കോഡ്സെപ്സ് മസിൽസ് തൊട ഭാഗം, അതുപോലെ തന്നെ ഇത് ടിബിയാലിസ് ഏരിയ ഷീനിന്റെ ഏരിയ എന്നൊക്കെ നമ്മൾ പറയുന്ന റീജിയൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മളെ ഫൂട്ടിന്റെ റീജിയൻ എന്ന് വെച്ചാൽ നമ്മൾ കാൽപ്പത്തി ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് നടുവിന്റെ പോർഷൻ പറഞ്ഞു തന്ന സമയത്ത് ഈ ഒരു ഏരിയ, ഇത് ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, അങ്ങനെ 5 മെറ്റാകാർപ്പൽ ബോൺസ് ആണ് അവിടെ ഉള്ളത്. അതിന് നമ്മൾ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോണിലാണ് മിഡ് തൊറാസിക് വരെയുള്ള റീജിയൻസും അതുവരെയുള്ള റിബ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മിഡ് തൊറാസിക് വരെയുള്ള റീജിയൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അപ്പർ ബാക്ക് അല്ലെങ്കിൽ മിഡ് ബാക്ക് വരെയുള്ള റീജിയൻ എന്തെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷൻ മസാജ് ചെയ്യും. നിങ്ങൾ കഴുത്ത് മസാജ് ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ ഇവിടുന്ന് മുഖത്ത് അടിയിലേക്ക് മസാജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നടുവിന്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത് മെറ്റാകാർപ്പൽ. ഓക്കെ, ഈ ഫിഫ്ത് മെറ്റാകാർപ്പൽ ബോൺ വരെ നോക്കുന്നതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തേർഡ് മെറ്റാകാർപ്പൽ, ഫോർത്ത് മെറ്റാകാർപ്പൽ, ഈ രണ്ട് ഏരിയകൾ വരുന്ന ഈ ഒരു എന്താ പറയാ, നമ്മള് നക്കിൾസിന്റെ റീജിയൻ ഉണ്ടല്ലോ, അതാണ് ഹിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്, രണ്ട് ഹിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന നക്കിൾസിന്റെ ഈ ഒരു റീജിയൻ ആണ് ഷോൾഡേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മെറ്റാകാർപ്പൽ നമുക്ക് പിക്ചറിൽ നമ്മൾ കാണാം. ഈ രണ്ട് മെറ്റാകാർപ്പൽ ബോൺ ഉണ്ട്. ഇതിനിടയിലുള്ള ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് മിഡ് തൊറാസിക് ടു ലോവർ തൊറാസിക്, അതുപോലെ തന്നെ ലുംബാർ റീജിയൻ, സാക്രൽ റീജിയൻ എല്ലാം ഇരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ മസാജ് ചെയ്യേണ്ടത്. നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട്സ് പെട്ടെന്ന് കിട്ടുന്നതാണ്. കുറച്ച് ഡെപ്തിൽ മസാജ് ചെയ്യേണ്ടി വരും, കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഡാമേജ് ആക്കരുത്, കുത്തി നശിപ്പിച്ച് പൊളിച്ച് കളയരുത് ആ ഭാഗം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയും നല്ല രീതിയിൽ മാത്രം മസാജ് ചെയ്യും. അതുപോലെ നിങ്ങൾ സെക്കൻഡ് ആൻഡ് തേർഡ് മെറ്റാകാർപ്പൽ ബോണ്ട് ഏരിയയില ഇടയിലൂടെ പ്രസ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ കിട്ടുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. ആ ലാസ്റ്റ് ഡിപ്രഷൻ ആയിരിക്കും കിഡ്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് മെറ്റാകാർപ്പൽ ബോണ്ട് ഇടയിലൂടെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് മെറ്റാകാർപ്പൽ ബോണ്ട് ഇടയിലൂടെ സെർച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ കിട്ടുന്ന ലാസ്റ്റ് ഡിപ്രഷൻ അതായിരിക്കും നിങ്ങൾ ഒരു എന്താ പറയാ വലത്തെ ഭാഗത്ത് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കിഡ്നിയിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ യൂട്രസിന്റെ ഏരിയ തന്നെയാണ് നമുക്ക് യൂറിനറി ബ്ലാഡറിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് യൂറിനറി ബ്ലാഡറിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പെയിനൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, യൂട്രസിനെ മസാജ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ മസാജ് ചെയ്യാം, അത്യാവശ്യം റിസൾട്ട് കിട്ടും. ഈ പിക്ചറിൽ നമുക്ക് ശരിക്കും നോക്കിയാൽ കാണാം, കോൺസ്റ്റിപ്പേഷനോട് നമ്മൾ മസാജ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് മാർക്കിട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പിക്ചറിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്രസിന്റെ ഏരിയ എവിടെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യൂട്രസ് വരച്ചു വെച്ചാൽ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് പീരിയഡ് സംബന്ധമായ പെയിൻ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ യൂട്രസിന്റെ ഏരിയയിലും അതുപോലെ തന്നെ ഈ കാണുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഏരിയയിലും നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ബേസിക് ലെവലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ട്രീറ്റ്മെന്റ് മസാജ് ചെയ്യാം, അതല്ലെങ്കിൽ നീഡിൽ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിൽ നീഡിലിംഗ് മെത്തേഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് എപ്പോഴും വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പിക്ചറിൽ ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് മൗത്ത്, ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്. നിങ്ങൾക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ മൗത്ത് ചിലപ്പോൾ ഫുഡ് ഇറക്കുമ്പോൾ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആൾക്കാർ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീജിയൻ കാണുന്ന ഈ ഒരു മൗത്ത് ടു ഈസോഫാഗസ് ആൻഡ് ടു സ്റ്റൊമക്ക്, ഈ ഒരു റീജിയൻ മസാജ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മസാജ് ചെയ്യേണ്ടത്, മുഖത്തേക്കല്ല. ഓക്കെ, ഈ ഒരു റീജിയനിൽ മസാജ് ചെയ്യാൻ അത്യാവശ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സിമ്പിൾ സുജോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഒരു സൈഡ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കൈന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് സുജോക്കിൽ തന്നെ 4 സൈഡ് ഉണ്ട്, രണ്ട് കൈപ്പത്തി, രണ്ട് കാൽപ്പത്തി ആയിട്ടുള്ള സിസ്റ്റമാണ് സുജോക്ക്. ഒരുപാട് അഡ്വാൻസ് സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഈ കാണുന്നത് വളരെ ബേസിക് സിസ്റ്റമാണ്. ഇതിൽ തന്നെ നമുക്ക് എന്താ പറയാ സിസ്കി, ട്രയോജൻ പോലുള്ള ഒരുപാട് ഹയർ ലെവലിലുള്ള സ്റ്റഡീസ് സുജോക്കിന് വരുന്നുണ്ട്, എനർജി ലെവലിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബേസിക് ആയിട്ട് എന്താ പറയാ നിങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണത്. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്താ പറയുക മൈൻഡ് സെറ്റ് ആണ് എല്ലാവർക്കും വർക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചിന്തിച്ചാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ റിസൾട്ട് മാത്രമേ കിട്ടൂ. അത് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ ഏരിയയെ ആഴത്തിൽ പഠിച്ച് എപ്പോഴും ആള് ഏത് ആൾക്കാരെ കൈ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട്സ് കിട്ടും. ഫാസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും, റിസൾട്ട്സ് സോളിഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്താ പറയുക നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചെയ്ത് അവരുടെ സ്റ്റേജിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സ്കില്ലാണ് അല്ലേ. ചിലപ്പോൾ ഒരു 3 to 4 months അല്ലെങ്കിൽ 1 year 2 year ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട സ്കില്ലാണ്. അപ്പൊ ഈ കാണാൻ പഠിപ്പിച്ചു തന്നേക്കുന്ന സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ പഠിപ്പിച്ചു തന്നേക്കുന്നത്. നമുക്ക് ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഒരുപാട് അഡ്വാൻസ് ആയ സിസ്റ്റംസ് നമുക്ക് എക്യുപ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ അഡ്വാൻസ് ആയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളിപ്പോ ഡിപ്ലോമ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 months to 1 year ഡിപ്ലോമ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ അഡ്വാൻസ് ആയ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അത് ക്ലിനിക്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാം, നോർമൽ നിങ്ങൾക്ക് സിലബസിലുള്ളത് കൂടാതെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസുകൾ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം, ഏത് സമയത്ത് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓ താങ്ക് യു.